ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് നസീബ. ഞാൻ NSG അക്കാഡമി വെൽത്ത് അബണ്ടൻസ് ഹബ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് സാമൂഹികമായിട്ട് പല ആളുകൾക്കും നന്മ വരുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന പ്രശ്നം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാലൊരു മാനസികാരോഗ്യമാണ്, മാനസിക രോഗമാണ്. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് വയ്യാതെയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പനി വരുമ്പോൾ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, നമ്മൾ ചികിത്സിക്കാറുണ്ട്. അതേസമയം മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ നമ്മളൊരിക്കലും ചികിത്സിക്കാറില്ല. എപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, എനിക്ക് മാത്രം നടക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ഥിരം പറയുന്നതല്ലാതെ ഒരിക്കലും അതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറില്ല. ശരീരത്തിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കും പോലെ തന്നെയാണ് നമ്മൾ മനസ്സിനും അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കേണ്ടത്. എങ്ങനെയാണ് മനസ്സിന് അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത്? അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കില്ലാത്തത് ഒരു ഡിസിപ്ലിൻഡ് ആയ ലൈഫാണ്. ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ഹാബിറ്റൊക്കെ ഫോം ചെയ്യുകയും എല്ലാത്തിനും നമുക്കിപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അബണ്ടൻസ് ഉള്ളതായി മാറും. നിങ്ങൾ എത്ര പേര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളത് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്നിട്ടും എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയും അതിൻ്റെ അബണ്ടൻസ് എനിക്ക് അനുഭവിച്ചറിയാനും പറ്റുന്നത്. നമ്മൾ എത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മളെ തന്നെ അസസ് ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പണം നമ്മളോട് വരാത്തത്. പണത്തിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക. നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള കുറേ മിഥ്യായ ധാരണകളുണ്ട്. പണം ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഉണ്ടാകത്തുള്ളൂ, പണം എന്നും എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, പണം വന്നാൽ എൻ്റെ കൂടെ പ്രശ്നവും വരും. ഇതൊക്കെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ അന്ധമായി നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ പ്രായം മുതലേ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ട് കുറേ പഴമൊഴികൾ നമ്മുടെ മനസ്സിനകത്ത് അടിഞ്ഞുറഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ജനിച്ചു വന്ന സമയത്ത് നിങ്ങൾ ദരിദ്രനായിട്ടാണോ ജനിച്ചത്? ഒരിക്കലുമല്ല. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ദരിദ്രനായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ദരിദ്രരായത്? നിങ്ങളുടെ ഒരു 10-25 വയസ്സായപ്പോഴായിരിക്കും നിങ്ങൾക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത്രയും നാളും ദാരിദ്ര്യം നമ്മുടെ കൂടെ ഇല്ലാതിരുന്നതിന് ശേഷം പണം വന്നപ്പോൾ മാത്രം ദാരിദ്ര്യം എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണികൾക്കൊന്നും ദാരിദ്ര്യമില്ലായിരുന്നു. നമ്മൾ അന്നൊന്നും പണത്തെ നിഷിദ്ധമായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ കയ്യിൽ പണം നിൽക്കാതെ പോയ സമയത്താണ് നമ്മൾ നിഷിദ്ധമായിട്ട് കാണാൻ തുടങ്ങിയത്. പണത്തിനെ നമ്മൾ സ്നേഹിക്കുക, എന്നാൽ മാത്രമേ പണം നമ്മളടുത്ത് ഒഴുകി വരത്തുള്ളൂ. പണം ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. പണം എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമൃദ്ധമായി ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി സന്തോഷമുണ്ടാകുന്നത് പണം സമൃദ്ധമായി വരുന്നതുകൊണ്ടാണ്. ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും പണം എന്നടുത്ത് വരുന്നുണ്ട്. എനിക്ക് പണത്തെ ഒരുപാട് ഇഷ്ടമാണ്. സമ്പത്ത് എന്നെ എല്ലായിടവും ഉയരത്തിലെത്തിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിത ലക്ഷ്യമേ സമ്പന്നതയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ദരിദ്രനെ പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുന്നോളം സമ്പത്തുണ്ട്. ആ സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പണം എന്നൊരു സുഹൃത്താണ്. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കൈ നിറയെ പണം കിട്ടാറുണ്ട്.
ഞാൻ ഇന്ന് ജീവിക്കുന്നത് അതിസമ്പന്നമായതിലാണ്. ഇതുപോലെയല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹം? ഇതുപോലെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരവസരം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കാനാണ്. ഈ ശനിയാഴ്ച നടക്കുന്ന 1.5 മണിക്കൂർ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ 1.5 മണിക്കൂറിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പണവുമായിട്ടുള്ള എങ്ങനെ പണത്തിനെ നമ്മുടെ അടുക്കലോട്ട് എത്തിക്കാം എന്നതിനുള്ള 3 രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന രജിസ്റ്റർ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ശനിയാഴ്ച വെബിനാറിൽ കണ്ടുമുട്ടാം. താങ്ക് യു.